മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ശ്രീ പിണറായി വിജയൻ്റെ പ്രവർത്തനങ്ങൾ, ഞാൻ അദ്ദേഹം എൻ്റെ പാർട്ടിയുടെ ഒരു നേതാവായിട്ടല്ല, പക്ഷേ കേരളത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവ സമ്പത്ത് ഞാൻ പലപ്പോഴും ഞാൻ തുടക്കത്തിൽ MLA ആയിട്ട് ചെല്ലുമ്പോൾ നമുക്കൊരു ആവേശം ഉണ്ടാവുമല്ലോ. അപ്പോൾ ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു വന്നു. അപ്പോൾ അന്ന് തുടങ്ങി ഞാൻ പിന്നെ നമ്മുടെ ഒരു സജഷൻ്റെ ആവശ്യമില്ല. കാരണം 1970 അദ്ദേഹം ആദ്യമായിട്ട് നിയമസഭയിലെത്തുമ്പോൾ 25 വയസ്സ് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഏതാണ്ട് 741 വോട്ടുള്ളൂ. രണ്ടാമത് കൂത്തുപറമ്പിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ 77 മത്സരിക്കുമ്പോൾ 4000 വോട്ട്. 91 കൂത്തുപറമ്പിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വോട്ട് 12,000 അത് കഴിഞ്ഞ് പയ്യന്നൂർ മത്സരിക്കുമ്പോൾ 28,000. അതിനുശേഷം നമ്മുടെ ധർമ്മടത്ത് മത്സരിക്കുമ്പോൾ 38,000 വോട്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യം 2021 അദ്ദേഹം മത്സരിക്കുമ്പോൾ 50,000-ന് മുകളിലാണ് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം. അപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വരുന്നതെന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ കാണാൻ കഴിയും. അപ്പോൾ ഇത്രയൊക്കെ വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും നമ്മൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗ്രാഫ് നമുക്ക് അത് ഒരു അക്കാഡമിക്കലി അദ്ദേഹത്തിനെ ഒന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പോലുള്ള ആളുകളാണ് നമ്മുടെ ഒരു ഇൻസ്പിറേഷൻ. You are watching India's first NGO television, Malanadu TV India.